നമുക്ക് നെയ്സ് പത്തിരി ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റൂട്ടോ നമ്മളെ വീട്ടിൽ തന്നെ. പലരും പല വലിയ പത്തിരിയൊക്കെ ആക്കി ചുടുന്നുണ്ടാകുക, പക്ഷേ നമുക്ക് ഇതുപോലെ നെയ്സ് പത്തിരി വീട്ടിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഗൈസ്, നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 400 ഗ്രാം അരിപ്പൊടിയും പിന്നെ 100 ഗ്രാം മൈദയും കൂടിയാണ് ഏകദേശം സാമ്യമായിട്ട് എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തട്ടുമ്മൽ വെച്ചിട്ട് ഇത് കുഴച്ച് ചെറിയ ഉരുളാക്കി, ഒന്നുകിൽ പ്രസ്സിങ് മെഷീൻ ഉണ്ട്, പക്ഷേ പ്രസ്സിങ് മെഷീൻ നമ്മൾ തീരെ ഉപയോഗിക്കാത്തതിനെ കൊണ്ട് പിന്നെ പ്രസ്സിങ് മെഷീനിലാക്കിയില്ല, ചിലപ്പോൾ കൈ കൊണ്ട് തന്നെ പരത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഡെയിലി ഒരു 150-200 നെയ്സ് പത്തിരി മുമ്പ് ഒരു 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയാണ്. ഈ ഒരു പരിചയത്തിൽ വെച്ചിട്ടാണ്, കൊളാകോ ഇല്ലോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ പത്തിരിപ്പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നോക്കാം. ഇത് നെയ്സ് പത്തിരി കേട്ടോ, സാധാരണ തലശ്ശേരിക്കാരെ പോലെയുള്ള കോഴിക്കോടൻ നെയ്സ് പത്തിരി എന്ന് പറയുന്ന ഒറിജിനൽ സാധനം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പത്തിരി ടേബിൾ പോലെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൻ്റെ പരുവത്തിലാണ് നമ്മൾ കുഴച്ച് വെച്ചത്, കാണുന്നുണ്ടോ? ഇനി ഇത് ചെറിയ ബോളുകളാക്കി പിടിച്ചിട്ട് നമുക്ക് ഒന്നെങ്കിലും ഇവിടെ മിഷൻ പ്രസ് ഉണ്ട്, പക്ഷെ അത് എനിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല. നമുക്ക് ശരിക്കും കൈ കൊണ്ട് എന്താ കട്ട് ചെയ്യുന്ന സാധനം എടുത്ത് വെച്ചിട്ട് നമുക്ക് പരത്തിയതിന് ശേഷം മുറിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. പരുവത്തിലാട്ടോ നമ്മൾ ബോൾ പിടിക്കുന്നത്. ഇതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടുക, ജസ്റ്റ് ഇതങ്ങ് ഉരുട്ടി കൊടുക്കുക. ക്യാമറ അങ്ങനെ ഞങ്ങൾ ഇവിടെ ബോൾ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോൾ ഏകദേശം ഉരുട്ടി കഴിയാനായി. ബോൾ ഉരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരത്തുന്ന ഘട്ടമാണ്. ഏകദേശം ഒരു കണക്കൊന്നുമില്ല, ഏകദേശം ഒരു 10 പണി ഉണ്ടാക്കിയതാണ്. കണ്ടുകോ? അപ്പോൾ നമ്മളെ പത്തിരിൻ്റെ ബോൾ ഇവിടെ ഏകദേശം ഉരുട്ടി കഴിഞ്ഞ് കണ്ടുകോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് തട്ടി മാറ്റിയിട്ട് നമുക്കിനി പരത്തിയെടുക്കണം. ഓക്കെ ഗൈസ്, അത് നമ്മൾ ഇനി പരത്താൻ പോകാമെന്ന്. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഒന്നിക്കിലെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ചെറുങ്ങനെ പരത്തുക. ചെറുങ്ങനെ ഈ വക്ക് നിങ്ങൾ പൊട്ടി നിൽക്കുന്ന നിങ്ങൾ കാണാൻ പറ്റും. അത് നിങ്ങൾ കാര്യമാക്കണ്ട, കാരണം നമ്മൾ സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും. നമ്മൾ ഇവിടുന്ന് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ. ഇതിൻ്റെ അടിയിൽ തരിയുള്ളതിനെ കൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത്. അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമൊക്കെ നമ്മൾ ഏകദേശം ഒരു ലെവൽ വലുപ്പത്തിലാണ്. നമ്മൾ ഹോട്ടലിൻ്റെ അത്ര വലുപ്പത്തിലൊന്നും എടുക്കുന്നില്ല, എന്നാലും ഒരു ചെറിയൊരു വലുപ്പം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നൈസ് പത്തിരി നിങ്ങൾക്ക് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നൈസ് പത്തിരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയതാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നൈസ് പത്തിരി ഉണ്ടാക്കുന്നത്. ഇനി പിന്നെ നമുക്കിതിന് കല്ലുമ്മൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ചിക്കൻ കറിൻ്റെ കൂടെയും മട്ടൻ കറിൻ്റെ കൂടെയും മീൻ കറിൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കും. ഒരാൾക്ക് 4, 5, 10 കഴിച്ചാൽ മതിയാവില്ല. 25 പത്തിരി വരെ കഴിച്ച ആൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മളെ കൺമുന്നിൽ ഇപ്പോൾ ഒന്നല്ല കേട്ടോ, കുറേ വർഷം മുന്നാണ്. അപ്പോൾ അന്നും നമ്മൾ പണി പഠിച്ചില്ല, നമ്മൾ ഗൾഫിലുള്ള സമയത്ത് പണി പഠിച്ചാണിത്. നമ്മൾ പത്തിരിയൊക്കെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ കല്ലിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കല്ലിലേക്ക് പത്തിരി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതുപോലെ വാടി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പത്തിരി ഒന്ന് പൊന്തും, അതിന് ശേഷം എടുക്കുക. ഇത്രയേ പണിയുള്ളൂ. തിരിച്ചിതുപോലെ വാടിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും, കാണുന്നുണ്ടോ? ഇതുപോലെ പൊന്തി വരുന്നേരം നമ്മൾ എടുത്ത് കളയും. നമ്മളെ നെയ്സ് പത്തിരി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട്. ഈസി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് ഈസി, ചിലർക്ക് ഈസി ആയിരിക്കും. എന്നാലും നമുക്ക് നെയ്സ് പത്തിരി ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ. പലരും പല വലിയ പത്തിരിയൊക്കെ ആക്കി ചുടുന്നുണ്ടാകും, പക്ഷേ നമുക്ക് ഇതുപോലെ നെയ്സ് പത്തിരി വീട്ടിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.